ഔറംഗസേബ് ചരിത്രം വാഴ്ത്തിപ്പാടിയ മഹാനായ വീരനായകൻ. എന്നാൽ ഇപ്പോൾ നാഗ്പൂരിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ സ്മാരകം പൊളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥ സത്യാവസ്ഥ? ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐ ആം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ബോളിവുഡ് സിനിമയായിട്ടുള്ള ചാവ എന്ന സിനിമയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഘർഷങ്ങൾക്ക് എല്ലാം വഴി തെളിയിച്ചിരിക്കുന്നത്. ആ സിനിമയിൽ ഛത്രപതി ശിവാജിയുടെ മകനായിട്ടുള്ള സംഭോജിയുടെ വീരകൃത്യമാണ് വിവരിക്കുന്നത്. ആ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നുണ്ട്. അസീഗർ എന്ന കോട്ടയിൽ ശിവാജിയുടെ ആഭരണങ്ങളും മറ്റും മുഗൾ ഭരണാധികാരികൾ മോഷ്ടിക്കുകയും അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, സിനിമകൾ ജനങ്ങളെ എന്നും സ്വാധീനിക്കാറുണ്ട്. എന്നും ചർച്ച ചെയ്തു വരുന്ന ഒന്ന് തന്നെയാണ് സിനിമകളുടെ സ്വാധീനം. ജനങ്ങളിൽ ആക്രമണ സ്വഭാവം ഉണ്ടാക്കുന്നതിന് സിനിമകൾ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി സിനിമയെ കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ ചെയ്യുന്നത്. മനുഷ്യന്റെ ഒരു സൈക്കോളജി അനുസരിച്ച് തലച്ചോറ് നല്ലതിനേക്കാളും കൂടുതൽ മോശമായ കാര്യങ്ങളെ സ്വാധീനിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സിനിമകളെ പെട്ടെന്ന് തന്നെ ജനം ദുരുപയോഗം ചെയ്യാറുമുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ സിനിമ കണ്ട പല ആളുകളും ഈ ഒരു സിനിമയുടെ സ്വാധീനം മൂലം, അതായത് 100 കണക്കിന് ആളുകൾ വന്ന് മെറ്റൽ ഡിറ്റക്ടറും ലൈറ്റും എല്ലാം ഉപയോഗിച്ച് ആ ഒരു കോട്ട കുഴിച്ച് നോക്കുകയുണ്ടായി. അതിനുശേഷം നാഗ്പൂരിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു. ഇത് വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ പ്രശ്നങ്ങളല്ല. അവിടെ കാലാകാലങ്ങളായിട്ട് പലതരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമായ അവസ്ഥയിൽ എത്തുന്നത് ഇതാദ്യമായാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നാഗ്പൂരിൽ നിന്നും മാറിയിട്ട് ഒരു 400 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഛത്രപതി സംഭാജി നഗറുള്ളത്. അവിടെയാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ സിനിമ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ എത്തുന്നത് തന്നെ. 2024 ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി നടത്തിയ ക്യാമ്പയിനിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരുപക്ഷെ ഏവരും കേട്ട് കാണും. 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത മുഗൾ ഭരണാധികാരി ഔറംഗസേബിനെ കോൺഗ്രസ് ഓർക്കുന്നില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. ആക്ച്വലി ഇതൊരു BJP അജണ്ടയുടെ ഭാഗമായിട്ടാണെങ്കിലും അവിടെ അതിനെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നിരുന്നാലും ഔറംഗസേബ് എന്ന ഭരണാധികാരി വളരെ ക്രൂരനായ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു. നമ്മുടെ ചരിത്രങ്ങളിൽ ഇവരെ എല്ലാം വാനോളം ഉയർത്തി പാടിയവർ തന്നെയാണ്. അതായത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായ ഔറംഗസേബിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്തിന്? പിതാവായിട്ടുള്ള ഷാജഹാൻ ചക്രവർത്തിയെ തടവിലടച്ച പുത്രൻ, സഹോദരങ്ങളെ വധിച്ച ഒരാൾ, അതിനു പിന്നാലെ ഹിന്ദുക്കളെ അടിമകളാക്കി വെച്ചിരുന്ന ഭരണാധികാരി. അന്ന് ഛത്രപതി ശിവാജി ആയിരുന്നു ഹിന്ദുക്കളെ സ്വതന്ത്രരാക്കിയത്. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് ഇല്ല എന്നുള്ളത് ഇന്നും ചർച്ചകൾ നടത്തുകയാണ്. ഇന്ത്യ കണ്ട അവസാനത്തെ മുഗൾ ചക്രവർത്തി കൂടിയാണ് ഇദ്ദേഹം. പല ദേശീയ മാധ്യമങ്ങളും പല അർത്ഥസത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണതയിലല്ല. മുഗൾ ഭരണാധികാരികളിൽ പലരും ക്രൂരന്മാരായിരുന്നു എന്ന് കരുതി ഇപ്പം നിലവിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയെ ക്രൂശിക്കുന്നതിനോട് ശരിക്കും പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നില്ല. ഇനി ഈ ഒരു നാഗ്പൂർ സിറ്റിയുടെ പുറത്ത് 42% മുസ്ലിം പോപ്പുലേറ്റഡ് സിറ്റിയാണ്. ഇപ്പൊ ട്വിറ്ററിലും മറ്റും നമ്മൾ കുറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞു. ഹിന്ദുക്കളെ മുസ്ലിമുകൾ ഉപദ്രവിക്കുന്ന കുറെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം. അവിടെ 3-4 പോലീസുകാർക്ക് സീരിയസ്ലി ഇഞ്ചുവേർഡ് ആയിട്ടുമുണ്ട്. അതുപോലെ തിരിച്ചും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രമല്ല ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നാഗ്പൂർ എന്നത് RSS ഹെഡ്ക്വാർട്ടർ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ നല്ല രീതിയിൽ തിരിച്ചടിച്ചിട്ടുമുണ്ട്. അവർ മുസ്ലിം ഗ്രാമങ്ങൾ കയറി ആക്രമിച്ച് തീയിട്ടു. ഇത് എത്രയും വേഗം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയ വിപത്തുകളാകും. കാരണം മറ്റൊരു ഗുജറാത്തായിട്ട് ഇത് വേണമെങ്കിൽ മാറും. ഇതിന്റെ എല്ലാം ഒരു മൂലകാരണം എന്താണ്? ഏതോ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരി ചെയ്ത ചെയ്തികളെ ചൊല്ലി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിന് പ്രശ്നമുണ്ടാക്കുന്നു? എല്ലാ മതക്കാരിലും ഉണ്ടായിട്ടില്ലേ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ? ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും തുടക്കമിടുന്നത് ഒരു വിഭാഗക്കാർ മാത്രമാണ്. അവർ മൈനോറിറ്റി വിഭാഗക്കാരായിരിക്കും. ചിലപ്പം RSS എന്ന് പറയുന്നത് തന്നെ മാൻ പവർ കൂടുതലുള്ള വിഭാഗമാണ്. പോരാത്തതിന് ഭരണവും ഭരണാധികാരികളും അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക അവർക്ക് എളുപ്പമായിട്ടുള്ള ഒന്നാണ്. ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഹിന്ദു മതക്കാർ തന്നെയാണല്ലോ. അതിൽ ഭൂരിപക്ഷവും ഇപ്പൊ മുസ്ലിം ഹേറ്റേഴ്സ് ആണ്.
അതിനെ അത്തരത്തിലാക്കിയതിനുള്ള കാരണവും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം തുടങ്ങുമ്പോൾ അത് തിരിച്ചടിക്കുന്നത് വലിയ രീതിയിൽ തന്നെ ആകും. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാകും. അതിൽ ഉൾപ്പെടുന്നത് ഒരുപാട് നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരും. ചിലപ്പോൾ ഈ സംഘർഷങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പോലീസിനോ ഒന്നും സാധിക്കാതെയും വരും. ലോകത്തെ പല ഭാഗങ്ങളായിട്ട് ഈ മൈനോറിറ്റി വിഭാഗം ക്രൂശിക്കപ്പെടുന്നുണ്ട് അല്ലെ. പക്ഷേ ഇന്ത്യയിൽ അവരെ ചേർത്ത് വെക്കേണ്ടയിടത്ത് അതല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. ഇനി ഔറംഗസേബിനെ പോലുള്ളവരെ ഒരിക്കലും ചരിത്രം വാഴ്ത്തി പാടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അദ്ദേഹത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ എടുത്തു കളയണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതുപോലെ തന്നെ ഇന്ത്യയിൽ അദ്ദേഹം ചെയ്തതിനേക്കാൾ കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നില്ലേ? ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഒരു സിനിമ കണ്ട് കോട്ട പൊളിച്ച് വാഴയ്ക്ക് കുഴിയെടുക്കുന്ന പോലെ കുഴികൾ ഉണ്ടാക്കിയ മിത്രങ്ങൾ ഇപ്പോൾ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കാൻ ഇത്രയും പെട്ടെന്ന് ആവശ്യപ്പെടുന്നതിന്റെ കാരണവും ഈ സിനിമയുടെ സ്വാധീനം തന്നെയല്ലേ? ശരിയാണ്, ക്രൂരന്മാരെ ചരിത്രത്തിൽ ഇടം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരെ ക്രൂരന്മാരായി തന്നെ ചിത്രീകരിക്കണം. നാഗ്പൂർ കലാപം കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴി തെളിയിക്കുന്നതിന് മുൻപ് പരിഹാരം കണ്ടെത്തുക ആണ് വേണ്ടത്.